സ്ത്രീയുടെ വസ്ത്രം ചുറ്റിവെക്കുന്ന ഒരു കോലിനോട് പോലും ഈ സെക്ഷൽ പെർവർട്ടായിട്ടുള്ള ക്രിമിനൽ ചിന്താഗതിയുള്ള ഏതു നേതാവും മറ്റേതു നേതാവ് കോൺഗ്രസിലും CPM-ലും ഇടതുപക്ഷത്തിലും RSS-ലും ഒക്കെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇതിന് ചരിത്രത്തിൽ സമാനതകളില്ല, ഉദാഹരണങ്ങളില്ല, സമീകരണങ്ങളില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം, ഇത് സംഘടനാ നടപടി കൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന് അങ്ങ് വിചാരിക്കരുത്. സംഘടനാ നടപടിയെടുത്ത് തിരുത്തി നേർവഴിക്കാക്കാൻ പറ്റുന്ന ഒരു മുതലാണ് ഈ സാധനമെന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ അങ്ങേക്ക് നല്ല നമസ്കാരം. കാരണം എന്താണ്, ഇതിന് മെഡിക്കൽ ചികിത്സയാണ് നൽകേണ്ടത്. ഞാൻ വളരെ ഗൗരവത്തോടു കൂടെ പറയുന്നു, അങ്ങേക്ക് അക്കാര്യത്തിൽ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ സംഘടനാ നടപടിയല്ല വേണ്ടത്. അങ്ങ് പറഞ്ഞ ഈ വൈബ്രന്റ് യൂത്ത്, ഞങ്ങൾക്കൊക്കെ അസൂയ അല്ലേ, ഇടതുപക്ഷത്തിന് ആരോടാണ് അസൂയ? കോൺഗ്രസ് നേതാവേ, വയനാട്ടിലെ പാവങ്ങളുടെ പേരിൽ കേരളത്തിലെ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും 8 ലക്ഷം രൂപ വീതം പിരിച്ച് പുട്ടടിച്ച് മുങ്ങി നടക്കുന്ന ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ അസൂയോ? ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന പറമ്പിന്റെ ഏതയത്തുള്ള ഒരു മനുഷ്യന് പോലും ഇത്തരം സമീപനം ഉണ്ടാകില്ല. കാരണം എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ അന്തസ്സുള്ള ഒരു മനുഷ്യൻ നടക്കുമ്പോൾ കാലിനടിയിൽ ചവിട്ടി അരച്ച് കളയുന്ന പുല്ലിന്റെ